നമ്മൾ ശിരൂരിലേക്കാണ് പോകുന്നത്. അവിടെ അർജുനായുള്ള ദൗത്യം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന നിരാശപ്പെടുത്തുന്ന വിവരമാണ് പുറത്തുവരുന്നത്. തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ തിരച്ചിലുണ്ടാകില്ല. ഡ്രഡ്ജർ എത്തിക്കാൻ ഒരാഴ്ച എടുക്കുമെന്നാണ് ഗോവൻ കമ്പനി അറിയിക്കുന്നത്. ഗംഗാവലി പുഴയിലെ കാഴ്ചാപരിധി കുറവ് ഡൈവിംഗിന് തടസ്സമാണെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കി വെള്ളം എങ്ങനെയുണ്ടോ കലുഷിത്ത് തന്നെ റെഡായിട്ടിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടാവും. ഇന്നലെ എങ്ങനെ മഴ വന്ന് നമുക്ക് അവിടെ വേലാക്കാനായില്ല പറഞ്ഞാൽ റെഡ് കീഴെ പോയാൽ നമുക്ക് ഒരുപാട് സീറോ പോസിറ്റിവിറ്റി. പിന്നെ ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് ചുമ്മായിട്ട് വേല ചെയ്യാനാവില്ല, പോയി അവിടെ ഒരു വേലയാവുന്നു. ഇപ്പോൾ എൻ്റെ സംഭവം ഇപ്പോൾ വെള്ളം കൊഞ്ചം കമ്മിയായ ശേഷം പിന്നെ അവിടെ തന്നെ ഡ്രഡ്ജറാക്കിയിട്ട് വലിക്കുക. ഇല്ലെങ്കിൽ ഈ വെള്ളം തെളിയായ ഒരു 20 അടിൻ്റെ ഒരു കമ്പിൻ്റെ പൈപ്പ് കൊണ്ട് വന്നിട്ട് അതിൻ്റെ കൂടെ പ്രഷർ പമ്പാക്കി ആ മണ്ണെല്ലാം മേലെ കെട്ടണം. നല്ലതായിട്ട് മേലാക്കണ മാത്രം നിൽക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ ഉടുപ്പി മൽപ്പയൊക്കെ പോയിട്ട് പിന്നെ അവർ എപ്പോൾ കരച്ചിൽ ജില്ലയുടെ എപ്പോൾ കൂപ്പിടും ആ സമയത്തിൽ ഞാൻ പറയും. എന്നാൽ തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയതായാണ് അർജുന്റെ ബന്ധു ജിതിൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. 21-ാം തീയതി രാത്രി എത്തിക്കഴിഞ്ഞു. 22-ാം തീയതി ഈ പ്രവൃത്തി പുനരാരംഭിക്കുമെന്ന ഉറപ്പാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ ഉറപ്പ് നമുക്ക് MLAയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം MLAയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആണ് സംഭവിക്കാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ആ മിഷൻ വന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് ഈ ലോറി എടുക്കാനോ മാത്രമല്ല, ഈ പുഴയുടെ അവസ്ഥ പഴയ രീതിയിലേക്ക് ആക്കാൻ കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AK അഭിലാഷ് നൽകും ശിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ. അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശ്വർ മാൽപ്പയും സംഘവും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഈ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ഇപ്പോൾ ശക്തമായിരിക്കുന്നു. സീറോ വിസിബിലിറ്റി ആണെന്നത് വലിയ പ്രതിസന്ധിയാവുകയാണ്. ഈ ഡ്രഡ്ജർ 21-ാം തീയതി എത്തിക്കുമെന്നാണ് ഇപ്പോൾ ജിതിൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൗത്യം ഇനിയും നീളും. താൽക്കാലികമായി ഇപ്പോൾ അത് നിർത്തിവെക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ ഗംഗാവാലി പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് ഇന്നലെയും മെലഞ്ഞാന്നും ശക്തമായ മഴയാണ് പെയ്തത്. ഇതോടുകൂടി തന്നെ ഗംഗാവാലി പുഴയിലെ ആ വിസിബിലിറ്റി, പുഴയുടെ ആഴങ്ങളിലേക്ക് കാണാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തു. ചുവന്ന നിറത്തിൽ കടുകട്ടിയായി നിൽക്കുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ പുഴയുടെ അടിഭാഗത്ത് എന്താണ് ഉള്ളത് എന്ന് കാണാൻ കഴിയില്ല എന്നാണ് ഈശ്വർ മാൽപ്പേ പറഞ്ഞത്. ഇത്തരമൊരു ഘട്ടത്തിൽ അവിടെ തിരച്ചിൽ അസാധ്യമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നു. കൈകൊണ്ട് തപ്പിപ്പിടിച്ചാണ് അവിടെ എന്താണ് വസ്തുക്കൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ചില അപകടങ്ങൾ കൂടിയുണ്ട്. കാരണം മരച്ചില്ലുകളൊക്കെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഊർന്ന് താഴെ പോയി പരിശോധിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ മരക്കൊമ്പുകളൊക്കെ ഈ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകാനും ജീവൻ തന്നെ അപകടത്തിലാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യം പാതി വഴിയിൽ അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അടുത്ത 21-ാം തീയതി രാത്രിയോട് കൂടി തന്നെ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഉറപ്പ്. 22-ാം തീയതിയോട് കൂടി തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗംഗോത്രി പുഴയിലൂടെ വേണം, ഗംഗാവാലി പുഴയുടെ ഗംഗോത്രി പാലം കടത്തി വേണം ഈ ഡ്രഡ്ജർ എത്തിക്കാൻ എന്നുള്ളതാണ്. ഏതാണ്ട് ഈ പുഴയുടെ നിരപ്പിൽ നിന്ന് 5 മീറ്റർ മാത്രമാണ് ഈ പുഴയുടെ ഉയരമുള്ളത്. ഇതിനുള്ളിലൂടെ എങ്ങനെ ഈ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അത് സാങ്കേതികമായുള്ള ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. തിങ്കളാഴ്ചയായിരിക്കും അത്തരമൊരു പരിശോധന നടത്തുക. അതിനുശേഷം മാത്രമേ ഈ ഡ്രഡ്ജർ കമ്പനി ഈ ഡ്രഡ്ജർ ഇങ്ങോട്ട് എത്തിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഏതായാലും 21-ാം തീയതിയോടെ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നാണ് AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രഡ്ജർ എത്തിക്കാതെ ഇനി തെരച്ചിൽ നടത്താനും കഴിയില്ല എന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ശിരൂരിൽ ദൗത്യം വീണ്ടും നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് AK അഭിലാഷ് പങ്കുവെക്കുന്നത്.